ഇപ്പൊ ഞങ്ങള് സുൽത്താൻപൂർ കഴിഞ്ഞ് ജോൺപൂർ പോണ വഴിക്ക് ഒരു ദാബയില് നിർത്തിയേക്കാണ്. ദിനേഷ് ഭായ്, ഠാക്കൂർ ഭായ്. അതൊന്ന് ഇറങ്ങി നോക്കട്ടെ. അയ്യപ്പ, മീൻതൻ ദാബ കണ്ടാ. ദാബയില് നമ്മൾ എത്തിയേക്കാണ്. ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടാണ്. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൽ UP ഗ്രാമത്തിന്റെ ഉള്ളില് ആണ്. ഠാക്കൂർ സാബ്, രാജേഷ് ഠാക്കൂർ, ദിനേഷ് ഭായ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നോക്കട്ടെ എന്തൊക്കെയാ ഫുഡ് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടാ. എങ്ങനെയുണ്ട് കേട്ടാ? ഇതാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോണത്. ഞാൻ പറഞ്ഞില്ലേ, കയറിയിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക്. കയറാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാട്ടാ. ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. ദാബ ഹോട്ടലല്ല, ദാബയുടെ ഉള്ളിൽ കണ്ട. അഭിനന്ദൻ ദാബ. കണ്ടാ, ഇതാണ് ഇവിടുത്തെ മെനു. പേര് മാത്രം കാണിക്കാം. ഇതാണ് ഇവിടുത്തെ മെനു കേട്ടാ. ഹിന്ദിയിലാണ്. रोटी मिल गया, तवा रोटी देखो, दाल मखनी, आलू गोभी, സലാഡ്. ഏതോ ജനുവരിയെ ഇവിടെ എപ്പോഴും ഉണ്ടല്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളി, മുളക് കണ്ട, പച്ചമുളക്, നാരങ്ങൻ്റെ മുകളിലേക്ക് പിഴിയും. ഇത് നമ്മളിങ്ങനെ കഴിക്കും കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. UPയിലാണ്, ഉത്തർപ്രദേശിലാണ്. വാരണാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നമ്മൾ ഒരു ദാബയാണത് കണ്ടോ. ദാൽ മഖനി. കുറച്ച് കേട്ടാ, കുറച്ച് മതിയാ. കുറച്ച് കേട്ടാ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ. താങ്ക് യു ഗൈസ്. ഞാൻ വീണ്ടും വരും. മിർച്ചി ഏത് ജനുവരിയെ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അത് എരിവിന് വേണ്ടിയിട്ട് അല്ലേ. ज़्यादा मिर्ची आने के लिए तो ये तो जरूरी है. देखो ठाकुर साहब ने तो ऐसा मार दिया. देखो ठीक है. ओके.